ISLന്റെ അടുത്ത സീസൺ നടക്കുമോ എന്നറിയാൻ വേണ്ടി ആരാധകർ നിലവിൽ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ISLന്റെ അടുത്ത സീസൺ നടക്കുമോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ സംശയത്തിൽ തന്നെ തുടരുകയാണ്. എന്നാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൗബെ വ്യക്തമാക്കുന്ന പ്രകാരം എന്ത് തന്നെ വന്നാലും ISLന്റെ 12ാം സീസൺ നടക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആ ഉറപ്പ് എനിക്ക് ആരാധകർക്ക് നൽകാൻ സാധിക്കുമെന്നും കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കല്യാൺ ചൗബെ എടുത്തു പറഞ്ഞിരുന്നു. കൂടാതെ ഏകദേശം സെപ്റ്റംബറിൽ ആരംഭിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അത് കഴിഞ്ഞെന്തായാലും ISL നടക്കാൻ സാധ്യതകളുണ്ട്. എന്തായാലും ISL നടക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകർ നിലവിൽ കാത്തിരിക്കുകയാണ് ISL തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ തുടങ്ങും എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇപ്പോൾ ISL ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും സുപ്രധാനമായ 2 തീരുമാനങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരു തീരുമാനം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എടുത്ത ഏറ്റവും നല്ല തീരുമാനം തന്നെയാണ്. എന്നാൽ മറ്റൊരു തീരുമാനം ഒരു ശുദ്ധ മണ്ടത്തരമാണ് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതിൽ ആദ്യത്തെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള 8ഓളം ISL ക്ലബ്ബുകൾ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിലവിൽ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ISL ഇങ്ങനെ നടക്കുമോ എന്നുള്ളൊരു കാര്യം സംശയത്തിൽ തന്നെ തുടരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള 8ഓളം ISL ക്ലബ്ബുകൾ നിലവിൽ കത്ത് അയച്ചിട്ടുള്ളത്. അതിൽ ധാരാളം കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എടുത്തു പറയുന്നുണ്ട്. ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കണം. അതുപോലെ തന്നെ ISL ക്ലബ്ബുകളെ വിളിച്ചുകൊണ്ട്, അതായത് ISL ക്ലബ്ബുകളുടെ ഒരു മീറ്റിംഗ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ ഇതിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അയച്ച കത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതെടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ ISL നടക്കും എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി സൈനിങ് ഒക്കെ നടത്തുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എടുത്തു പറയുന്നത്. ഇതൊരു ശുദ്ധ മണ്ടത്തരമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം നമ്മളിവിടെ ഉദാഹരണമായി എടുക്കാം FC ഗോവ. മികച്ചൊരു ക്ലബ്ബാണ് FC ഗോവ. അവരിപ്പോൾ അവരുടെ വിദേശ സൈനിങ് ഒക്കെ നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വിദേശ സൈനിങ് ഒക്കെ അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ISL എന്തായാലും നടക്കാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും അവർക്ക് പണം ലാഭിക്കാൻ വേണ്ടിയായിരിക്കും. കാരണം സൈനിങ് നടത്തിയിട്ടില്ലെങ്കിൽ കുറേ പണം അവരുടെ കയ്യിലിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ലാഭമാണ് ഉള്ളത്, മാനേജ്മെൻറ്റിനകത്തുള്ളവർക്ക് ലാഭമാണുള്ളത്. അതിനുവേണ്ടി തന്നെയായിരിക്കും ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ഇനി ഏകദേശം 1 മാസം മാത്രമാണ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാൻ ഇനി ബാക്കിയുള്ളത്. ഈ മാസം 31-നാണ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുക. അതിനു മുമ്പ് സൈനിങ് നടത്തിയാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു ടീമായി ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി സമയം വളരെ കുറവാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ആ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് സൈനിങ് വീണ്ടും പുനരാരംഭിക്കും എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കത്തയച്ചത് നല്ലൊരു തീരുമാനം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ സൈനിങ് നിർത്തിവെച്ചത് ശുദ്ധ മണ്ടത്തരമാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും കൂടുതൽ ഷോർട്സ് വീഡിയോയ്ക്കായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.